ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവരും നമ്മളെ വെറുത്തു. നമ്മളെ ആകപ്പാടെ എല്ലാവർക്കും വിദ്വേഷമായി. ഈ പെസഹ വ്യാഴാഴ്ച ദുഃഖവെള്ളിയൊക്കെ ആചരിക്കുമ്പോൾ ഈ ഈ ഒരു ദുഃഖവെള്ളി അദ്ദേഹത്തിൻ്റെതായ ഒരു ദുഃഖവെള്ളിയിലൂടെയും പീഡാസഹനത്തിലൂടെയൊക്കെ കടന്നുപോയ നാളുകളിൽ നിന്ന് ഒരു വലിയ വിടുതലാണ് ഈ ഈസ്റ്ററിന് ജോമോന് കിട്ടിയത്. അവസാനം ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് പലപ്പോഴും ആലോചിച്ച് ജയിലിൽ നിന്ന് വരുമ്പോൾ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഭാഷത്തിൽ ഞാൻ എത്തി ആത്മഹത്യ ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഈശോ പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമാണിത്. ദൈവത്തിന് നന്ദി പറയുന്നു. ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായി മാറി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5 ആഴ്ച ആകുന്നതിന് മുമ്പ് ആ കുട്ടി കോടതിയിൽ വന്നു പറയുന്നുണ്ട്, എന്നെ അങ്ങനെ കൊച്ചു എൻ്റെ നിരപരാധി ഏറ്റു പറയുന്നു. 2017 ഒരു മെഡിക്കൽ സ്ഥാപനം നടത്തുമ്പോൾ പഠിച്ച് കടന്നുപോയ ഒരു വിദ്യാർത്ഥിനി ഒരു പീഡന പരാതി കൊടുക്കുന്നു. അതിൽ അധ്യാപകനും ആ സ്ഥാപനത്തിൻ്റെ ഉടമയുമായ ജോമോൻ പ്രതിയാകുന്നു. അങ്ങനെ ജോമോൻ്റെ ജീവിതം തകരുന്നു. നാട്ടുകാരുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലെല്ലാം ജോമോൻ അവഹേളിക്കപ്പെടുന്നു. കേസ് കളിച്ച് ദരിദ്രനാകുന്നു. അവസാനം ഒരു ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നു. കർത്താവിന് വലിയ ഒരു അത്ഭുത ഇടപെടൽ ഉണ്ടാകുന്നു. പരാതി കൊടുത്ത പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം ആ ദേവാലയത്തിൽ വന്ന് പരസ്യമായി മാപ്പി ചോദിക്കുന്നു. കേസ് പിൻവലിക്കുന്നു. ഇന്ന് പെസഹ വ്യാഴം. ശത്രുവിനെ ഒറ്റുകൊടുത്തവനെ സ്നേഹിത എന്ന് വിളിച്ച ഒരു രാത്രി. തീർച്ചയായിട്ടും ആ വലിയ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഈ എന്താണ് നടന്നതെന്ന് ജോമോനോട് ചോദിക്കാം. ജോമോൻ നമ്മോടൊപ്പമുണ്ട്. ജോമോനെ ഈശോമിശിഹായെ സ്വീകരിക്കട്ടെ. ശരിക്കും എന്താണ് ആ സംഭവം നടന്നതെന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പേര് ജോമോനാണ്. ഞാൻ 2015 കോട്ടയം കുറുപ്പന്തറയിൽ സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു. കേരളത്തിൻ്റെ നാനാ ഭാഗത്തുനിന്നും നിരവധി കുട്ടികൾ വന്ന് അവിടെ പഠിച്ചിരുന്നു. അങ്ങനെ പഠിച്ചിരുന്ന കുട്ടികളെ എല്ലാവരെയും പ്രാക്ടീസിലും ജോലിയും നൽകി അവർക്ക് നല്ലൊരു ഭാവി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കുടുംബജീവിതം വളരെ ചെറിയൊരു സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയായിരുന്നു. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്. എൻ്റെ മൂത്ത പെൺകുട്ടി 2ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി കൊച്ചുകുട്ടി 7 മാസം പ്രായവും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ 2017 എനിക്കൊരു കോള് വരികയും എനിക്ക് ഒരു വ്യക്തി എന്നെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, ജോമോൻ കൊണ്ടുപോകുന്ന കുട്ടികളെല്ലാം പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. അപ്പം ആ കേസ് തീർക്കണമെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ തരണം എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പം അങ്ങനെ പറഞ്ഞത് ഞാൻ ഓൾറെഡി അത് റെക്കോർഡ് ചെയ്ത് ഇന്നും അതിൻ്റെ CD-യിലായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ 1 രൂപ പോലും തരികയില്ല, ചെയ്യാത്ത കുറ്റത്തിനും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അങ്ങനെ പല തവണയും ഫോണുകൾ അദ്ദേഹം വിളിക്കുന്നു. അത് എല്ലാം ഞാൻ CD-യിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ വീട്ടിലൊരാൾ വന്ന് എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടീനെ ജോലിക്ക് വിടണം. അത് വന്നതൊരു പോലീസുകാരനായിരുന്നു. സാധാരണ ഡ്രസ്സിൽ വന്നിട്ട് എന്നെ വിളിക്കുന്നു. പിന്നീട് ആ പോലീസുകാരൻ എൻ്റെ കൈക്ക് പിടിക്കുകയും അന്ന് CI ഡ്രസ്സിലായിരുന്നു, യൂണിഫോമിൽ വന്ന് CI എന്നെ അവിടുന്ന് പിടിച്ച്. സാധാരണ ഡ്രസ്സിലുണ്ടായിരുന്ന പോലീസുകാരനോടൊപ്പം തന്നെ CIയും ഉണ്ടായിരുന്നു. CI സൈഡിലും മറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് എന്നെ കയ്യിൽ പിടിച്ച്, എൻ്റെ വീട് ഒരു കോളനിയുടെ അറ്റത്താണ്. അങ്ങനെ ആ കോളനിയുടെ മധ്യത്തിലൂടെ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി 1.5 കിലോമീറ്ററോളം നടത്തിയപ്പോൾ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലമായ കാരണം എല്ലാവരും രാത്രി ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ട് പോകണം കണ്ടപ്പോൾ എൻ്റെ പുറകെ വന്നിരുന്നു, എന്താണെന്ന് അറിയാണ്ട്. പിന്നെ നേരെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ കേസ്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ തന്നെ രാത്രി ഒരുപാട് ആൾക്കാർ കൂടി. അങ്ങനെ എനിക്ക് രാത്രി എന്നെ ആ കുട്ടികളിൽ നിന്ന് എന്തോ മൊഴിയെടുത്തതിന് ശേഷം രാത്രിയിൽ എന്നെ അവിടുന്ന് CI പറഞ്ഞു വിടുവാണ്, പൊക്കോളാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ പോന്നു. 2-3 ദിവസം ഞാനിങ്ങനെ വീടുകളിൽ നിന്ന് മറ്റു പണികളെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് എന്നെ ഒരു ദിവസം വിളിക്കുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ നേരെ CI ഓഫീസിൽ നിർത്തുന്നു. വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറയുന്നു, CI ഓഫീസ് അടയ്ക്കുന്നു, താഴോട്ട് പൊക്കോളാൻ പറഞ്ഞ് എന്നെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നു. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച ഞാൻ അവിടെ നിൽക്കുകയും പിന്നീട് വെള്ളി, ശനി, ഞായർ 3 ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ലോക്കപ്പിലിടുകയും കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിടുകയും പിന്നീട് ആ കുട്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് വനിതാ സെല്ലിൽ മൊഴി കൊടുക്കുന്നത്. ഓൾറെഡി അതിനു മുമ്പ് വെള്ളിയാഴ്ച തന്നെ എന്നെ അവർ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരുന്നു.
അപ്പം അതിനുശേഷം എന്നെ തിങ്കളാഴ്ചയാണ് കോടതിയിൽ റിമാൻഡ് ചെയ്യണം. അങ്ങനെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഒരു മാസക്കാലം ഞാൻ ജില്ലാ ജയിലിൽ കോട്ടയത്തായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചു. സത്യത്തിൽ ഞാൻ ഒന്നും ചെയ്യാത്തൊരു കേസ് കെട്ടിന് ശരിക്കും മാനസികമായിട്ട് ഞാൻ തളർന്നുപോയി. ആ സമയത്ത് ഫേസ്ബുക്കുകളിൽ, പത്രങ്ങളിൽ ഒരാഴ്ച വാർത്തകൾ, അത് ഇപ്പോഴും ഉണ്ട്, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പത്രങ്ങളിൽ അങ്ങനെ എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഓരോരോ വാർത്തകൾ വന്നിരിക്കുകയായിരുന്നു. ബന്ധുക്കൾ, സ്നേഹിതർ എല്ലാവരും നമ്മളെ വെറുത്തു. നമ്മളെ ആകപ്പാടെ എല്ലാവർക്കും വിദ്വേഷമായി. കാരണം അവരുടെ എല്ലാം മുമ്പിൽ നമ്മളൊരു തെറ്റുകാരനായിട്ടാണ് അവരെല്ലാം നമ്മളെ ചിത്രീകരിക്കുന്നത്. ശരിക്കും നമ്മൾ നിരപരാധിയായിരുന്നു. നമ്മൾ ചങ്കുപൊട്ടി. അവസാനം ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് പലപ്പോഴും ആലോചിച്ച് ജയിലിൽ നിന്ന് വരുമ്പോൾ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഭാഷത്തിൽ ഞാൻ എത്തി, ആത്മഹത്യ ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ആത്മഹത്യ. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ മുഖം, മൂത്ത കുട്ടി 2ാം ക്ലാസ്സിൽ പെൺകുട്ടി, എൻ്റെ ഭാര്യയുടെ മുഖം, എൻ്റെ കുഞ്ഞ് 7 മാസം പ്രായമുള്ള ഇങ്ങനെ നിലത്ത് കിടന്ന് തുള്ളി കളിക്കുന്ന പ്രായം. അത് കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഞാൻ അന്ന് ഓർത്തു, ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ എല്ലാവരും പറയും അവൻ തെറ്റുകാരനായി, അവൻ തെറ്റ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തു, കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു. പിന്നീട് ആ ഒരു മാർക്ക് അങ്ങനെ കിടക്കും. എന്തോ എന്നെ ദൈവം അതിനനുവദിച്ചില്ല. പിന്നീട് ഞാൻ അതിൽ നിന്ന് ശക്തമായിട്ട് നിന്നു. ദൈവത്തോട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. നിരവധി പള്ളികളിൽ പോയി ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായി മാറി. അങ്ങനെ ഞാൻ പിന്നീട് എൻ്റെ സാമ്പത്തിക മേഖലകളെല്ലാം തകർന്നു പോയി. പിന്നീട് ഞാൻ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടത്തിനടുത്ത് കപ്പ കൃഷി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വളരെ വിഷമിച്ച് ജീവിക്കുന്നു. കോടതിയിൽ കേസ്, അതിന് പൈസ ഒരുപാട് ചിലവാകുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. പിന്നീട് നമ്മുടെ പാർട്ട്ണറായ വ്യക്തി ആ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നുകൊണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് മാറുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഒരുപാട് വിഷമിച്ച് കണ്ണീരോടെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് ഒരു മാസത്തിന് ശേഷം എനിക്ക് ജാമ്യം അനുവദിച്ച് ഞാൻ വന്നതിന് ശേഷം എല്ലാ മാസവും മിക്ക മാസവും എന്നെ ഇങ്ങനെ കോടതി വിളിക്കും. അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഞാൻ വിളിക്കുന്നു, അവിടെ പോയി കയറി നിൽക്കുന്നു, ഇങ്ങനെ പോരുന്നു. എനിക്കെതിരെ പരാതി കൊടുത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതാണ്. ആ പെൺകുട്ടി എറണാകുളം സ്വദേശിയാണ്. ആ കുട്ടിയോട് അവരുടെ ബാച്ചിലുള്ള എല്ലാ കുട്ടികളും ചോദിച്ചു, നീ എന്തിനാണ് അതേ സാറിനെ അങ്ങനെ ചെയ്തത്? അപ്പോൾ അവൾ പറഞ്ഞു, അതെല്ലാം ഞാൻ മറന്നു. പക്ഷെ അവർ പറഞ്ഞു, മറന്നിട്ടില്ല, സാർ ഇപ്പോഴും കേസിന് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ്, സാർ അനുഭവിച്ച വേദനകൾ. അപ്പോൾ അവൾ പറഞ്ഞു, സാറിന് ഞാൻ ചെയ്തതിൻ്റെ എനിക്ക് ഒത്തിരി ഉപദ്രവങ്ങളും ഇതും കിട്ടി, ഞാനത് അനുഭവിച്ചു. പിന്നീട് ആ കുട്ടി പറയുന്നത് ഇതാണ്, കൂട്ടുകാരിയോട് പറയുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല, എന്നെക്കൊണ്ട് ബലമായിട്ടൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചതാണ്, എന്താ എഴുതി ചേർത്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് കുട്ടി പറയുന്നത്. ശരിക്കും കുട്ടി പറയുന്നത് അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു എന്നാണ്. അങ്ങനെ കൂട്ടുകാരികളോട് പറഞ്ഞു. ഈ കൂട്ടുകാരികൾ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരെന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, അവൾക്ക് സാറിനോട് ക്ഷമ പറയണം. ഞാൻ പറഞ്ഞു, ക്ഷമ പറയണതല്ല, അതിനു മുമ്പ് കോടതിയിൽ ഇതുവരെയും കേസ് തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടി കോടതിയിൽ വന്ന് അവർ പ്രോസിക്യൂട്ടറെ കാണുകയും കേസ് തീർക്കണമെന്ന് ആവശ്യപ്പെടുകയും കോടതിയിൽ വന്ന് ആ കുട്ടി ആ കേസ് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് കേസ് അവിടുന്ന് തീർന്ന് കോടതിയിൽ നിന്ന് അതിൻ്റെ ഓർഡർ ഷീറ്റ് എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 31-ാം തീയതിയാണ് ഈ കേസ് തീരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് ഈ കേസ് തീർന്നിട്ട് എനിക്ക് പേപ്പർ കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടി എന്നോട് പലതവണ ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞു, കേസെല്ലാം തീർന്നിട്ട്, അവർ കൂട്ടുകാരികളോട് പറഞ്ഞു കേസെല്ലാം തീർന്നിട്ട് മാത്രം മതി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ക്ഷമ പറയണം, വീട്ടിൽ വന്ന് ക്ഷമ പറയണം സാറിനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതുപോലെ എൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ഉണ്ണീമിശിഹായുടെ നാമധേയത്തിലാണ്, ഇൻഫൻറ്റ് ജീസസ് മധുരവേലി. ആ പള്ളിയിൽ ഗാഡലുപ്പ മാതാവിൻ്റെ അനുഗ്രഹവും ഉണ്ണീശോയുടെ അനുഗ്രഹവുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പള്ളിയാണ്. അവിടെ സജി അച്ഛൻ എന്ന് പറയുന്ന അച്ഛനുണ്ട്, പോൾ ചാലവീട്ടിൽ. അച്ഛൻ്റെ ആരാധന എല്ലാ ശനിയാഴ്ച അവിടെയുണ്ട്. വളരെ ശക്തമായ ആരാധനയും പ്രാർത്ഥനയാണ്. അവിടെ നിരവധി ആൾക്കാർ രോഗസൗഖ്യവും ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടുന്ന പള്ളിയാണ്. അങ്ങനെ ഈ പള്ളിയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും പോലും ഞാൻ ഈ പള്ളിയിൽ വന്ന് ഞാൻ ഒരു ദിവസം അച്ഛനെ കണ്ട് കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് ഞാൻ കരഞ്ഞ് അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇതുപോലെ തന്നെ സംഭവങ്ങൾ. അച്ഛൻ എന്നെ പൂർണ്ണമായിട്ടും കേട്ടു. എനിക്ക് അത് തന്നെ വലിയ ആശ്വാസമായിരുന്നു. ശരിക്കും എന്നെ ആരും കേൾക്കാനില്ലായിരുന്നു, എല്ലാവരും വെറുക്കപ്പെട്ട് നിൽക്കുമായിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഗാഡലുപ്പ മാതാവിൻ്റെ നൊവേന ജോമോൻ 10 ദിവസം കൂട്, മാതാവ് അനുഗ്രഹിക്കും, ജോമോൻ ഇതിൽ നിന്ന് വിടുതൽ കിട്ടും ജോമോനെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ദൈവത്തോട് ചങ്ക് പൊട്ടി കരം വിരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 5 ആഴ്ച ആകുന്നതിന് മുമ്പ് ആ കുട്ടി കോടതിയിൽ വന്നു പറയുന്നുണ്ട്, എന്നെ അങ്ങനെ എൻ്റെ നിരപരാധി ഏറ്റു പറയുന്നു. അങ്ങനെ കേസ് അവിടെ കോടതിയിൽ തീരുന്നുണ്ട്. ഞാൻ ഫാദർ പോൾ ചാലാവീട്ടിൽ വിജയപുരം രൂപതയിലെ ഇൻഫൻറ്റ് ജീസസ് മധുരവേലി പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനാണ്. എനിക്ക് ഈ ഗാഡലുപ്പ മാതാവിൻ്റെ
ഭക്തനാണ് ഞാൻ. അപ്പോൾ ആ മാതാവിൻ്റെ കൗൺസിലിങ്ങും പ്രാർത്ഥനയൊക്കെ ഈ ദേവാലയത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അനേകം വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ജോമോൻ. ജോമോൻ എൻ്റെ അടുക്കെ വന്ന് സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ ഒരു കേസിൽ പെട്ടതാണ്. ഞാൻ നിരപരാധിയാണ്, ഒരു പീഡന കേസാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമുക്കറിയാലോ, നമ്മുടെ കോടതിയുടെ ആപ്തവാക്യം തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഞാൻ ജോമനോട് ആ ആപ്തവാക്യം പറഞ്ഞു, ജോമനെ, നീ നിരപരാധിയാണെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും. കാരണം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോയി കഴിഞ്ഞാൽ അനേകം അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ജോമനോട് ഞാൻ പറഞ്ഞു, ഗാഡലിപ്പ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാനും ഇവിടെ ശനിയാഴ്ചകളിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കാനും. അങ്ങനെ 5 നൊവേന കഴിഞ്ഞപ്പോൾ തന്നെ കോടതിയിൽ നിന്ന് ഒരു വലിയ സന്തോഷ വാർത്ത ഉണ്ടായി. ജോമോനെ നിരപരാധിയായിട്ട് വിടാനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങി. കാരണം ഈ ആരോപണ വിധേയനായ ആരോപിച്ച വ്യക്തി പെൺകുട്ടി തന്നെ വന്ന് മൊഴി നൽകി കോടതിയിൽ, ഇദ്ദേഹം നിരപരാധിയാണ്, എന്നെക്കൊണ്ട് പ്രേരിപ്പിച്ച് മറ്റുള്ളവർ ചെയ്യിപ്പിച്ചതാണെന്നുള്ള ഒരു ചിന്താഗതി വന്ന് അദ്ദേഹം അവരേറ്റു പറഞ്ഞു കോടതിയിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ഒരു സന്തോഷപ്രദമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ദേവാലയത്തിൽ, കാരണം ജോമോനെ അറിയുന്ന ദേശവാസികളെല്ലാം ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ജോമോനെ നിരപരാധിയായിട്ട് ആ പെൺകുട്ടി പ്രഖ്യാപിച്ചപ്പോൾ കണ്ണുനീരോടെയാണ് ആളുകൾ അതെല്ലാം ശ്രമിച്ചത്. കാരണം അത്രമാത്രം വലിയൊരു അപമാനത്തിലൂടെയാണ് ജോമോൻ കടന്നുപോയത്. ആളുകളുടെയൊക്കെ മുമ്പിൽ കൂടെ വലിച്ചഴച്ചു കൊണ്ടുപോയ വേദനാജനകമായ സന്ദർഭം. നമുക്കറിയാം, പത്രവാർത്തകളെല്ലാം പീഡന വാർത്തകൾ വലിയ തോതിൽ പ്രസിദ്ധീകരിക്കും. പക്ഷേ അത് നിരപരാധിയാണെന്നറിയുമ്പോൾ ചെറിയൊരു കോളത്തിലേക്ക് ചുരുക്കും. നമുക്കുണ്ടായ അപമാനം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നിരപരാധിയായിരുന്നിട്ടും ഒരു ക്രൂശിക്കപ്പെട്ട ജോമോൻ്റെ അവസ്ഥ ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. കാരണം നമ്മളും ഈ വേദനയിലൂടെ കടന്നു പോകുന്നു, പല രീതിയിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്നു. പക്ഷേ ഈ പെസഹ വ്യാഴ്ചയും ദുഃഖവെള്ളിയൊക്കെ ആചരിക്കുമ്പോൾ ഈ ഒരു ദുഃഖവെള്ളി, അദ്ദേഹത്തിൻ്റെതായ ഒരു ദുഃഖവെള്ളിയിലൂടെയും പീഡാസഹനത്തിലൂടെയൊക്കെ കടന്നുപോയ നാളുകളിൽ നിന്ന് ഒരു വലിയ വിടുതലാണ് ഈ ഈസ്റ്ററിന് ജോമോന് കിട്ടിയത്. അപ്പോൾ ജോമോൻ്റെ ഈ വലിയ സന്തോഷത്തിൽ നമുക്കെല്ലാം പങ്കുചേരാം. ആ പെൺകുട്ടിക്ക് അങ്ങനെ നിരപരാധിത്വം ഏറ്റു പറയാനായിട്ട് സാധിച്ച വലിയ സന്മനസ്സിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, ഈശോ പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമാണിത്. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നീട് ആ കുട്ടി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു, അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു, ഇപ്പോൾ പറയേണ്ട, അതിൻ്റെ പേപ്പർ കിട്ടിയതിന് ശേഷം മതി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ കുട്ടിയും ഭർത്താവും കുട്ടികളുമായിട്ട് ഇവിടെ വരുന്നു. ഈ പള്ളിയിൽ, മധുരവേലി പള്ളിയിൽ വന്നു. 100 കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ആരാധനയിൽ ആ കുട്ടി സാക്ഷ്യമായിട്ട് ഏറ്റു പറയുന്നുണ്ട്. ആ കുട്ടി പറയുന്നുണ്ട്, സാറിനോടും ചേച്ചിയോടും കുട്ടികളോടും ഞാൻ പരസ്യമായിട്ട് ആ കുട്ടി ക്ഷമ ചോദിക്കുകയാണ് ചെയ്തു പോയ തെറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ കുട്ടിയും പള്ളിയിൽ വന്ന് ക്ഷമ പറഞ്ഞു. ഇതെല്ലാം സത്യമായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ആരുമില്ലായിരുന്നു. ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ദൈവത്തിന്, കർത്താവിനെ നിലവിളിച്ച് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു. യെശയ്യാ 41:11 ഇങ്ങനെ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവത്തിൻ്റെ ആ വചനങ്ങൾ എന്നെ പിടിച്ചു നിർത്തി, എനിക്ക് വളരെ ശക്തിയാക്കി. പിന്നീട് എൻ്റെ കേസ് നിരപരാധിയായിരുന്നെന്നാണ് സമൂഹത്തിലേക്ക് എനിക്ക് വിളിച്ചു പറയാൻ പറ്റി. പക്ഷെ ഞാൻ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും എനിക്കത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോകുന്നില്ല. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഒരു തരത്തിൽ ഇപ്പം വളരെ ഇതായിട്ട് ഞാനിപ്പോൾ ജീവിച്ചു പോവുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് പൂർണ്ണമായ സപ്പോർട്ടായിരുന്നു. പുള്ളിക്കാരത്തി എന്നോടൊപ്പം ഉള്ളതാണ് എനിക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരണ കിട്ടി. എൻ്റെ ദൈവവും എൻ്റെ വൈഫിൻ്റെ ഒറ്റ കരുണയും കാരുണ്യവും കൊണ്ട് മാത്രമാണ് ഞാൻ എന്ന വ്യക്തി ഇവിടെ ഉണ്ടായത്, എൻ്റെ കുടുംബം ഉണ്ടായത്. അല്ലെങ്കിൽ എൻ്റെ കുടുംബവും പണ്ടേ തീർന്നു പോയേനെ. എൻ്റെ വൈഫ് എന്നെ വിശ്വസിച്ച് എന്നോടൊത്ത് നിന്നു, എന്നെ അവിശ്വസിച്ചിട്ടില്ല. അതാണ് എനിക്ക് ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയ നേട്ടം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 51-ാം അധ്യായത്തിൽ, ഈ ജീവിക്കുന്ന വചനം ഇതാ
നമ്മുടെ മുമ്പിൽ ഒരു ഹൃദയം നുറുങ്ങിയവൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചുകൊണ്ട് സ്നേഹനിധിയായ ദൈവം ഇതാ നീതി നടത്തി കൊടുത്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഹൃദയം ചൊരിഞ്ഞാൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നമുക്കിതാ തെളിവ്. ജോമന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ തകർന്ന നിമിഷങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുവാനും സ്വതന്ത്രനാക്കുന്ന ആ ദിവസം വരെയും കാത്തിരിക്കുവാനുള്ള, പ്രത്യാശയോടെ കാത്തിരിക്കുവാനുള്ള നല്ല മനസ്സ് അവന് ലഭിച്ചതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ട കുടുംബത്തെയും ഈ മകനെയും കൃത്യമായിട്ടും ഓർക്കാം. സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്, കോട്ടയം.